ഇന്ന് രാവിലെ കണ്ട മനോഹരമായ കാഴ്ചയാണ് കേട്ടോ. ആകാശം ഇത്ര ഭംഗിയായിട്ട് ഞാൻ കാണുന്നത് ആദ്യമായിട്ടാണ് തോന്നുന്നത്. ഇതുപോലെ മേഘം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. റോക്കറ്റ് പോകുമ്പോഴൊക്കെ ഇതുപോലെ കണ്ടിട്ടുണ്ടെങ്കിലും പക്ഷേ ഇത് റോക്കറ്റ് പോയതൊന്നല്ല കേട്ടോ. മുറ്റത്തുനിന്ന് നോക്കിയപ്പോൾ കണ്ട മനോഹരമായൊരു കുഞ്ഞി കാഴ്ചയാണ് കേട്ടോ. എൻ്റെ മറ്റേ ശംഖുപുഷ്പം നല്ലപോലെ പൂക്കൾ ഇട്ടിട്ട് നന്നായി പടർന്ന് പന്തലിച്ചിട്ടുണ്ട്. റോഡ് സൈഡിൽ നിന്ന് ഞാൻ പറിച്ച് കൊണ്ടുവന്ന് കിണറ്റിൻ്റെ സൈഡിൽ നട്ടൊരു ചെടിയാണ്. ഇത്രത്തോളം പൂക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. ഇത് നമ്മുടെ മിനി റോസ് നന്നായിട്ട് പൂത്തു. കിണറിൻ്റെ മുകളിലാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. വെയിൽ കണ്ടു തുടങ്ങിയപ്പോൾ നല്ല നീലപ്പൂക്കളും ഇഷ്ടം പോലെ കൂടുന്നുണ്ട്. മഞ്ഞക്കോളാമ്പി റോഡ് സൈഡിൽ നിന്ന് ഇതുപോലെ കിട്ടിയൊരു കമ്പ് കൊണ്ടുവന്ന് നട്ട് പിടിപ്പിച്ചതാണ് കേട്ടോ. ഇത് നമ്മുടെ കാശിത്തുമ്പ ഇതുപോലെ നന്നായിട്ട് പൂട്ട് വരണേ ഉള്ളൂ കേട്ടോ. മുറ്റത്ത് നിറയെ പൂക്കൾ കാരണം ഇഷ്ടം പോലെ പൂമ്പാറ്റിയും എല്ലാം നമുക്ക് ഇഷ്ടം പോലെ വരാറുണ്ട്. കുഞ്ഞു കുഞ്ഞു പൂമ്പാറ്റകളുടെ പുറകെ ഓടി നടക്കലാണ് പൂമ്പക്കുട്ടിയുടെ ഒരു പ്രത്യേക പണിയാണ്. എപ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അവൾ ഈ പൂമ്പാറ്റകളുടെ പുറകെ കൂട്ടത്തോടുള്ള പൂമ്പാറ്റേൻ്റെ പുറകെ ഓടി ഓടി നടക്കും. നിറയെ സീനികത്തോട്ടം നമ്മുടെ തെങ്ങിന് ചുറ്റും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ചീരപ്പൂവ് വലിയ പൂവാകുമെന്ന് പ്രതീക്ഷിച്ചപ്പോൾ ഇത് നിറയെ കുഞ്ഞിപ്പൂക്കളായിട്ടുണ്ടാവാനുള്ള തയ്യാറെടുപ്പാണ് തോന്നുന്നു. കാക്കപ്പൂ അങ്ങനെ മതിലിൻ്റെ പുറത്ത് നമ്മൾ നിരത്തി വെച്ചിട്ടുണ്ട്. നമ്മൾ വയനാട് പോയപ്പോൾ വന്നപ്പോൾ കൊണ്ടുവന്ന് ചീനികയാണ് കേട്ടോ. വഴുതനങ്ങയാണെങ്കിൽ നിറയെ കായൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ വരുന്ന വഴുതനങ്ങൾ കുറച്ചൊക്കെ പുഴുവൊക്കെ കാണണമെങ്കിലും എന്നാലും ഉണ്ട് കേട്ടോ. നമ്മുടെ കുഞ്ഞിത്തെച്ചി നന്നായി പൂവിട്ടിട്ടുണ്ട്. നല്ല കാറ്റൊക്കെ ഉണ്ട്. വെളിച്ചം മഴയൊക്കെ ഒന്ന് വിട്ട് തുടങ്ങിയ പോലെ ഉണ്ട് കേട്ടോ. തെച്ചിയാണെങ്കിൽ നല്ലോണം പൂവിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു പ്രത്യേക ഭംഗിയുള്ള തെച്ചിയാണ് കേട്ടോ. കാണാനത് നിങ്ങളധികം കണ്ടിട്ടുണ്ടാവില്ല. നമ്മുടെ താഴെ ജയമ്മേൻ്റെ വീട്ടിൽ പേരക്കുട്ടികളും ജയമ്മയും വന്നിട്ടുണ്ട്. സാധാരണ ജയമ്മേൻ്റെ വീട്ടിൽ ആരും ഉണ്ടാവാറില്ല. അടച്ചിട്ടൊരു വീടായിരുന്നു. അപ്പോൾ പൂജ ലീവായപ്പോൾ കുട്ടികളും പേരക്കുട്ടികളൊക്കെ വന്നതാണ് കേട്ടോ. ഇത് നമ്മുടെ കാന്താരിയും പച്ചമുളകും എല്ലാ മുളകും നമ്മൾ തൂക്കണാങ്കുരുവി പോലത്തെ ഒരു കുരുവി നമ്മുടെ വീടിൻ്റെ ബേക്കിൽ ഈ പ്ലാസ്റ്റിക് കെട്ടി അതിൻ്റെ ഉള്ളിൽ കൂട് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താണ് ഇതിൻ്റെ ഉള്ളിലൊരു കുഞ്ഞ് കിളിക്കുട്ടി ഉണ്ട്. ഒന്നേ ഉള്ളൂ തോന്നുന്നു, ശരിക്കും കാണണില്ല. ഞാനിങ്ങനെയാണ് വീഡിയോ എടുക്കുമ്പോൾ കിട്ടുന്നത്. ഞാൻ എന്നും ഇങ്ങനെയൊക്കെ നോക്കാറുണ്ട് കേട്ടോ. അത് വെച്ചിട്ട് കിളി വരാതിരിക്കാറൊന്നുമില്ല. അവൾക്കറിയാം ഞാനൊന്നും ചെയ്യില്ല. നമ്മുടെ ചോറ് ഇത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ ശംഖുപുഷ്പം മുഖത്തും തലയിലൊക്കെ തേക്കാനുള്ള ശംഖുപുഷ്പം